അടുത്തതായിട്ട് നമ്മുടെ TW എന്ന് പറഞ്ഞ മോഡലാണ് ഈ കാണുന്നത്. ഇത് ഹെവി ഡ്യൂട്ടി മെഷീനാണ്, മെറ്റൽ കേസിംഗ് ആണ് ഇതിന് വരുന്നത്. നമ്മളുടെ പ്ലാന്റിൽ കുറച്ച് റഫ്യൂസൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീനാണിത്. എക്സ്റ്റേണൽ എൻകോഡർ ബേസ് ചെയ്തിട്ടുള്ള മെഷീനാണ്. അപ്പോൾ പ്രിൻറ്റിങ് ആക്യുറസി കുറേയും കൂടിയും പെർഫെക്റ്റ് ആയിരിക്കും മറ്റ് മെഷീനുകളെ അപേക്ഷിച്ച്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് മാറ്റേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര ഈസിയാണ്. നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എഡിറ്റ്, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പ്രിൻ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് മെഷീൻ ഓഫ് ചെയ്ത് അതിൽ കാട്രിഡ്ജിനെ പ്ലേസ് ചെയ്യാം. കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും മെഷീൻ ഓഫായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യുക. പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാം, സ്റ്റാർട്ട് പ്രിൻ്റ് കൊടുക്കാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബാച്ച് നമ്പർ കാര്യങ്ങൾ പ്രിൻ്റ് വന്നിട്ടുണ്ട്. QR കോഡ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വലിയ ലെറ്ററായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പുതിയൊരു ഫയൽ തുറന്ന് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ അതിൻ്റെ ഗൈഡറിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഗൈഡറിനെ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. അതിനുശേഷം മെഷീൻ വയ്ക്കാം. നമുക്കിതുപോലെ റൈസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് വലിയ വിഡ്ത്തിൽ 12.7 mm ഹൈറ്റിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ബാച്ച് നമ്പർ, QR കോഡ് അതൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിനെ തന്നെ നമ്മളുടെ ഈ ഒരു സർഫസിൽ, മെറ്റൽ സർഫസിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലേസ് ചെയ്യുക. വളരെ വലിയ ലെറ്ററിൽ നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സർഫസിലാണെങ്കിലും പ്ലാസ്റ്റിക് സർഫസിലാണെങ്കിലും വളരെ വലിയ സൈസിൽ മെറ്റലിലും പ്ലാസ്റ്റിക്കിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്കിതിനകത്ത് കാട്രിഡ്ജിനെ റിലീസ് ചെയ്ത് അതിൻ്റെ ക്യാപ്പിൽ പ്ലേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്.